രാഗിണി സേഫായി വീട്ടിലെത്തിയല്ലോ അല്ലേ? അവക്ക് എവിടെയോ പോണോന്ന് പറഞ്ഞേ എന്റെ വണ്ടി കയറി. ഞാൻ ആലോചിച്ചപ്പോഴേ KSRTCയില് സ്ത്രീകൾക്ക് ഇപ്പൊ സൗജന്യ യാത്രയല്ലേ? വെറുതെ എന്തിനാ എന്റെ പെട്രോൾ കത്തിച്ചു കളയുന്നേ? ഈ ഇറാൻ അമേരിക്ക പ്രശ്നം നടക്കുന്നോണ്ടേ പിടിച്ചാ കിട്ടാത്ത വേഗത്തില പെട്രോൾ വിലയുടെ പോക്ക്. അതുകൊണ്ടേ ഞാൻ അവളൊരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടത്. ഈ സ്ത്രീ സൗഹൃദ യാത്രയാകുമ്പോ എല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ചങ്ങ് പോവല്ലോ. അങ്കിൾ എന്തോ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ശരി അങ്കിളെ, പിന്നെ കാണാം. നിവിൻ, ഒന്ന് നിന്നേ. ഈ 22-ന് നിന്റെ നിശ്ചയോ? കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് 29-ാം തീയതി നീയും രാഗിണിയും തമ്മിലുള്ള കല്യാണം. നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ച്. കല്യാണം നടത്തുന്നത് നമ്മള്. മണ്ഡപവും ബുക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛാ, നിങ്ങളൊക്കെ കൂടി എന്ത് ഭ്രാന്തായി പറയുന്നത്? ഭ്രാന്തോ? രാഗിണിയുടെ നിന്റെ കല്യാണക്കാരി മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ? അങ്ങനെ പറഞ്ഞു എന്ന് കരുതി പറഞ്ഞാൽ നടക്കണം. ഇത് തമാശയൊന്നുമല്ലല്ലോ. കല്യാണക്കാരില്ലേ? ഒരു പെണ്ണിന്റെ ഭാവിയുടെ പ്രശ്നമല്ലേ? അത് ശരി. അപ്പൊ നിവിൻ ഇപ്പോഴാ കല്യാണക്കാരി അറിയുന്നു. ബന്ധുക്കളെ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഒടുവിൽ ചെറുക്കം മാത്രം അറിഞ്ഞിട്ടില്ല. അത് ശരി. അപ്പൊ ഞാനിവിടെ ഈ കാര്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഇവനോട് പറയത്തില്ലായിരുന്നില്ലേ? അതങ്ങനെ അളിയാ, ചെറുക്കനറിയാതെ കല്യാണം നടത്തുന്നേ. എനിക്കറിഞ്ഞൂടാ. മുമ്പ് എവിടെയും കേട്ടുകഴിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയപാലട്ടാ, രാഗിണിയുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം അവൻ അറിയാം. തീയതി മാത്രം അവനോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. രാജി, എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ദേ, എന്റെ മോളിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവള് ഇനി ഇങ്ങനെ ഒരു വട്ടം കൂടി ഇരിക്കുന്നത് കാണാൻ ഇടവരുത്തരുത്. എടാ നിവിനെ, ഇനി എൻ്റെ മോള് ബസ് കാത്ത് സ്റ്റോപ്പ് നിൽക്കാൻ ഇടവരരുത്. എടാ, അവക്കേ ബസ്സിൽ കയറിയേ നല്ല ശീലമില്ല. എടാ, അതിനുള്ള കണക്കോട് തീർത്തേ. അവിടെ അച്ഛൻ ബസ്സിലല്ല, കാൽനടയായിട്ട് കുറേ നടന്നിട്ടുണ്ട് കേട്ടാ. അല്ല, യുദ്ധം കാരണം നിനക്ക് പെട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ ട്രംപിനോട് പറഞ്ഞ് നിനക്ക് നേരിട്ട് എത്തിച്ചേരടാ. അതിനുള്ള ബാങ്കൊക്കെ ഇപ്പൊ ജയപാലനുണ്ട് കേട്ടാ. നിവിൻ മോനെ, സ്ത്രീധനത്തിലൊന്നും ഒരു പണവിട കുറയത്തില്ല. ഈ ആളൊപ്പം തൂക്കത്തിൽ പൊന്നു വച്ചിരിക്കും. അളിയാ, ശരി ഡി. എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണക്കാര്യം തീരുമാനിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ചോദിക്കാതൊന്നും പറയരുത് നിവിൻ. നിങ്ങളുടെ കല്യാണം കുഞ്ഞുനാളിലെ നിശ്ചയിച്ചതാണെന്ന് നിനക്കറിയാലോ. അത് അന്നല്ലേ അമ്മേ? അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാ. ഓരോ തവണ രാഗിണിയുടെ കാര്യം പറയുമ്പോഴും ഞാൻ ഇക്കാര്യം നിന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്റെ മുന്നിൽ നിന്ന് വല്ലാതെ അഭിനയിക്കില്ലേ നീ? രാജി, മതി. എന്താ മോനെ നിന്റെ പ്രശ്നം? രാഗിണി നിന്റെ അമ്മാവന്റെ മോളാ, നല്ല കുട്ടിയാ. അവളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കേ. നിവനെ, ഞാൻ നല്ലോണം തമാശ പറയുന്ന ഒരാളാ. പക്ഷേ തമാശ പറയുന്നവരെല്ലാം കൊമേഡിയന്മാരാണെന്ന് വിചാരിക്കരുത്.
ശാരദേ, എന്റെ കൊട്ടൻ ചുക്കാത് കണ്ടോ നീ? ഇല്ലമ്മ. ഒന്ന് നോക്കിയെടുത്തതാടി. അന്വേഷിച്ച് നടന്ന് എന്റെ മുട്ട് പൊളിഞ്ഞ്. അയ്യോ, അമ്മ അത് എവിടാ കൊണ്ടിട്ടിരിക്കുന്നെന്ന് ഞാനെങ്ങനെ അറിയാനാ? പിള്ളേരില്ലേ അവിടെ? ഓ, ഉണ്ടായിട്ട് എന്താടി കാര്യം? ചോദിച്ചാ ഞാൻ കണ്ടില്ല അച്ചമ്മയെന്നും പറഞ്ഞ് പിന്നെയും മൊബൈൽ തലയിട്ടോണ്ടിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം. ഞാനേ ഈ നൈറ്റ് ഒന്ന് ഇട്ട് നോക്കട്ടമ്മ. അത് കഴിഞ്ഞ് വന്ന് അമ്മയുടെ കൊട്ടൻ ചുക്ക തപ്പിയെടുത്തേരാം. ഇതേതാടി നൈറ്റി? ഇതിനു മുമ്പ് നീ ഇതിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതെനിക്ക് എന്റെ വിനീത് പോകാൻ വാങ്ങിച്ചെന്നാണ് അമ്മ. ഓണവും വിഷുവൊന്നും അല്ലല്ലോ, പിന്നെങ്ങനെ? ഓ, അതുകൊള്ള. മക്കൾക്ക് അമ്മമാർക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കും ഓണം വിഷു ആവണമെന്നുണ്ടോ? അതിനി നിനക്ക് മനസ്സിലാകാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്കൊരാളുണ്ടായിരിക്കുമ്പോ ഒന്നിന്റെയും കുറവറിയത്തില്ല. കുറവല്ല, കൂടുതലായിരിക്കും. അപ്പോൾ എന്തിനാ ഇത്രയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ ഞാൻ എപ്പോ ഉടുക്കാനാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കള്ളപ്പരിഭവം പറയുകയും ചെയ്യും. ആ ആള് പോയി കഴിഞ്ഞാ പിന്നെ 1000 പേരുണ്ടെങ്കിലും അതൊന്നും ഓർക്കില്ല. ആദ്യമൊന്നും നമ്മളൊന്നും തിരിച്ചറിയില്ല. കാലം പോകെ പിടികിട്ടും. ഓണത്തിനും വിഷുവിനുമൊക്കെ ഓർമ്മിക്കപ്പെടേണ്ട ഐറ്റങ്ങൾ ആ അച്ഛനമ്മമാരെന്നൊക്കെ. ഒരു കടമ നിറവേറ്റാൻ മദേഴ്സ് ഡേ വരുമ്പോ എന്റെ പുന്നാര അമ്മ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഓരോ സ്ഥലത്തിടില്ലേ, അതുപോലെ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ വെള്ളം കുടിച്ചാണോ കുടിക്കാതെയാണോ കിടക്കുന്നൊക്കെ ആർക്കറിയാം? അമ്മ ഇത് ഏതമ്മയുടെ കാര്യം പറയണേ? എല്ലാ അമ്മമാരുടെയും കാര്യം തന്നെയാടി. നമ്മൾ എന്തിനാ അമ്മ എല്ലാവരുടെയും കാര്യം നോക്കാൻ പോണേ? നമുക്കെന്താ മക്കളുടെ അടുത്ത് നിന്ന് കിട്ടണെന്ന് നോക്കിയാ പോരെ? നമ്മൾ നല്ലത് ചെയ്താ നമുക്ക് നല്ലത് കിട്ടും. ആ, അമ്മയ്ക്കൊരു മുണ്ടും നേരിയതും വാങ്ങിച്ചു തരാൻ ഞാൻ വിനീത് മോനോട് പറയട്ടെ? ചോദിച്ചു വാങ്ങുന്നതിൽ എന്താടി കാര്യം? ഉടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? നമ്മൾ പറയാതെ തന്നെ ഓർമ്മിക്കാനും പരിഗണിക്കാനും ഒക്കെ ഒരാളുണ്ടെന്ന തോന്നലല്ലേ നമ്മളെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത്? എന്തായാലും അമ്മ പറഞ്ഞ വിഷമമൊന്നും നമുക്കുണ്ടാവില്ല. നമ്മൾ കൊടുത്ത സ്നേഹം അതേപടി തിരിച്ചു തരുന്ന മക്കളാ നമുക്കുള്ളത്. നമ്മുടെ ഓരോ കാര്യങ്ങളിൽ അവർ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. മുഖം ഒന്ന് ചുളുങ്ങിയ അയ്യോ അമ്മ എന്ത് പറ്റിയെന്നും പറഞ്ഞ് എല്ലാരും കൊണ്ട് അടുത്ത് വരാറില്ലേ? എപ്പോഴും അമ്മയുടെ മേലാ കണ്ണ്. ഞാനേ ഇപ്പൊ ഈ നൈറ്റിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ഓരോന്ന് പറയാൻ പോണ കമന്റ് അമ്മ കണ്ടോ? ഞാനേ ഇതിട്ടിട്ട് അങ്ങോട്ട് വരാം. ഉറക്കം തൂങ്ങാതിരുന്ന് എഴുതടി. ഞാൻ ഉറങ്ങിയില്ല ചേച്ചി. ആ, എന്നെ എഴുത മര്യാദയ്ക്ക് അങ്ങോട്ട് എഴുത. ദി വെസ്റ്റേൺ ഹിമാലയാസ് വിച്ച് സ്ട്രെച്ചസ് ഫ്രം ദി ഇൻഡസ് വാലി. പെട്ടെന്ന് എഴുത്. ഒരു രക്ഷയില്ല മോളെ, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. നീ എഴുത്. പ്ലീസ് ഗംഗേച്ചി, ഒന്ന് കാണിച്ചാ ഒരൊറ്റ തവണ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ എടി, നാളെയാ ഇവളുടെ കോളേജ് ഡേ. അതിന് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരേപോലെയുള്ള സാരി ഉടുത്തോണ്ട് പോകുന്നു പറഞ്ഞിട്ട് ബ്ലൗസ് ഞാൻ തച്ചു കൊടുത്തു. കൂലി കിട്ടാത്ത ജോലിയാണെന്ന് ഓർത്തോണേ. ഇപ്പൊ അവൾക്ക് സാരിയും കൂടി ഉടുപ്പിച്ചു കൊടുക്കണോന്ന്. ഇപ്പൊ ഒന്ന് കാണിച്ചു തന്നാ മതി എന്ന് പറ ചേച്ചി. രാവിലെ അതുപോലെ ഞാൻ ഉടുത്തോളാം. ഗംഗേച്ചിക്കാവുമ്പോ നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കാൻ അറിയാലോ. അതെന്താടി, ഗംഗേച്ചിക്ക് മാത്രമേ നന്നായിട്ട് സാരി ഉടുക്കാൻ അറിയൂ? ആ, ശരിയാണല്ലോ. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഉടുപ്പിക്കുമല്ലോ. അതെനിക്കറിയാം. പക്ഷേ ഇതേ കാവേരി ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത ആ സാരിയാ. ഏത് സാരി?
സാരിയോ? അതെനിക്ക് ഇഷ്ടമല്ലാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നിന്റെ ഇഷ്ടം എന്റേതും കൂടിയാ. ഞാൻ ഉടുപ്പിച്ചുതരാം. ഞാൻ എടുത്തില്ലെങ്കിലും നിങ്ങളെ കൊടുപ്പിക്കാനാ എനിക്കിഷ്ടം. ആ എന്നാ ഞാൻ പോണു. ദാ നിന്റെ ബ്ലൗസ്. നീ പോരെ എന്റെ കൂടെ. അവര് സാരി ഉടുപ്പിക്കോ ഉടുക്കോ എന്താ ചേട്ടാ? ഞാനും കൂടി പഠിക്കട്ടെ സാരി ഉടുക്കാൻ. ഓരോന്നിനുള്ള പ്രായമാവുമ്പോഴേ നിനക്കെല്ലാം പഠിക്കാം. ഇപ്പൊ ആവശ്യമുള്ള സീനിൽ മാത്രം മതി നീ. വാ പെണ്ണെ, വന്നേ വന്നേ. വാ വാ വാ. ഈ 22-ന് നിന്റെ നിശ്ചയം. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് 29-ാം തീയതി നീയും രാഗിണിയും തമ്മിലുള്ള കല്യാണം. നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ച്. കല്യാണം നടത്തുന്നത് നമ്മള്. മണ്ഡപവും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ കാവേരിയുടെ കാഴ്ചപ്പാടില് ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയ എത്രയും വേഗം അത് തുറന്നു പറയുന്നതാണ് നല്ലത്, അല്ലേ? സംശയം എന്താ? കുറഞ്ഞ പക്ഷം ആളുടെ പ്രതികരണം എന്താണെന്നെങ്കിലും അറിയാലോ. നിവിൻ എന്നോട് വർഷങ്ങളായിട്ട് കടുത്ത പ്രേമം. അക്കാര്യം ഞാൻ ഒഴികെ നിവിന്റെ കൂട്ടുകാരടക്കം പലർക്കും അറിയാന്ന് വെക്കാം. എന്നോട് മാത്രം നിവിൻ ഇക്കാര്യം തുറന്നു പറയുന്നില്ല. ഇതിനിടെ വേറെ കല്യാണമോ പ്രേമോ ഒക്കെയായി ഞാനൊരു റിലേഷനിലേക്ക് പോന്നു. നിവിന്റെ കാഴ്ചപ്പാടില് ഒരുപാട് സ്നേഹവും ഇഷ്ടവും പ്രേമവും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോഴേ എനിക്കൊരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നിയ അത് മനസ്സിൽ വെക്കാതെ തുറന്ന് പറയുന്നതാണ് നല്ലത്, അല്ലേ? യെസ്, അത് തന്നെ വഴി. കാവേരിയോട് തുറന്നു പറയാം എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി നീയാണെന്ന്. ഇനി ഒരു നിമിഷം പോലും ലേറ്റാക്കട്ട. ഇനി ഒന്ന് വട്ടം കറങ്ങിക്കോ. ഇപ്പൊ ശരിയായില്ലേ? ഇതിങ്ങനെ ഊർന്നു പോവാ ചേച്ചി. പിന്നെ കുത്തി വെച്ചാ മതി. ഉടുത്ത് തുടങ്ങുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഡ്രസ്സ് സാരിയാ. എവിടെയെങ്കിലൊക്കെ മാറി നിൽക്കുന്നുണ്ടോ, തിരിയുമ്പോ ശരീരം കാണുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കും. ഉടുത്ത് ശീലായി കഴിഞ്ഞാൽ ഇത്രയും കോൺഫിഡൻസ് തരുന്ന ഡ്രസ്സ് വേറെ ഇല്ല. ഞാനൊരു പിന്നെ നോക്കട്ടെ. ഞാൻ പോയി ഗംഗേച്ചിയുടെ കയ്യിൽ നിന്ന് പിന്നെ വാങ്ങിച്ചിട്ട് വരാം. കാവേരി ചേച്ചിയുടെ ഫോണാണല്ലോ. നിവിനോ? നിവിനേട്ടൻ എന്തിനാ ഈ നേരത്ത് കാവേരി ചേച്ചി വിളിക്കുന്നത്? നിന്റെ കാവേരി ചേച്ചിക്ക് നിവിനേട്ടനോട് ഒരു ഇഷ്ടമുണ്ടെന്നാ അതിനർത്ഥം. ശരിക്കും? എടി, നീ അത് കേട്ട് ഞെട്ടൊന്നും വേണ്ട. കാവേരി ചേച്ചിക്ക് അങ്ങോട്ടേ ഉള്ളൂ ഇഷ്ടം. നിവിനേട്ടനെ തിരിച്ചില്ല. വൺ വേ ലവ്. കാവേരി ചേച്ചിക്ക് മനസ്സിലായി നിവിനേട്ടൻ ഇഷ്ടം നിന്നോടാണെന്ന്. അപ്പൊ നൈസായിട്ട് നിന്റെ ലൈൻ ഒന്ന് പൊട്ടിക്കാൻ നോക്കിയതാ. നിന്റെ പ്രേമം പുറത്തു വന്നാ അത് പൊളിച്ചെടുക്കാൻ ഇപ്പൊ എളുപ്പാ. ഒന്നാമത് നിവിനേട്ടന്റെ ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ നിനക്കിപ്പോ പഠിക്കാനുള്ള പ്രായമാണല്ലോ, അതിൽ ശ്രദ്ധിക്കാനുള്ള പതിവായുധോ. അങ്ങനെ നിന്റെ പ്രേമം ചത്ത് മണ്ണടിയുമ്പോ ആ ശവകുടീരത്തിൽ ചവിട്ടി നിവിനേട്ടന്റെ ഹൃദയത്തിൽ കയറാന്ന കാവേരി ചേച്ചിയുടെ മനസ്സിലിരിപ്പ്. കാവേരി കോള് കട്ട് ചെയ്തല്ലോ.
എന്ത് പറ്റിയാവോ? എന്തിനാ നിവിനേട്ടാ ഈ സമയത്തൊക്കെ കാവേരി ചേച്ചി വിളിക്കുന്നെ? നിവിനേട്ടന്റെ മനസ്സിൽ ശരിക്കൊന്നും ഇല്ലായിരിക്കും. പക്ഷെ കാവേരി ചേച്ചി അത് തെറ്റിദ്ധരിക്കല്ലേ ഉള്ളൂ. നിവിനേട്ടനോടുള്ള വൺ വേ പ്രേമമായിട്ട് നടക്കുക ചേച്ചി. വെറുതെ എന്തിനിങ്ങനെ ആശ കൊടുക്കുന്നത്? പോരെങ്കി ചേച്ചി നമ്മുടെ പ്രേമം പൊളിക്കാനുള്ള വഴി തിരഞ്ഞ് നടക്കുക. ഇക്കാര്യം അറിഞ്ഞ ഏട്ട സഹിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്ത. എന്തായാലും രാത്രി സമയത്തുള്ള കോളൊന്നും വേണ്ട കേട്ടോ. ഒന്നും കൂടി വിളിച്ചു നോക്കാം. വിളിക്കാം. ഞങ്ങളുടെ പ്രേമത്തിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ കൊന്നുകളയും നിന്നെ. സ്വിച്ച്ഡ് ഓഫോ? അതെന്തു പറ്റി? ഓ, ചിലപ്പോ ഉറക്കത്തിലായിരിക്കും. കോള് ഡിസ്റ്റർബ് ആയപ്പോ ഓഫ് ചെയ്ത് കിടന്ന് വീണ്ടും ഉറങ്ങുമായിരിക്കും. പിന്നെ കിട്ടിയോ ചേച്ചി? ആ ഇനി നാളെ വിളിക്കാം. എന്തായാലും ഒരു മെസ്സേജ് അയച്ചിട്ടേക്കാം. ആ, നോക്ക് എങ്ങനെയുണ്ട്? പെണ്ണിനെ കെട്ടിച്ചു വിടാറായല്ലോ. സാരി എടുത്തപ്പോ നല്ല ഗ്ലാമറായി. ആരും കണ്ണുവെക്കാതെ സൂക്ഷിക്കണം കേട്ടോ. ചേച്ചി മാത്രം കണ്ണു വെക്കാതിരുന്നാ മതി. ഈ 9 മണി കഴിഞ്ഞല്ലോ. അടുക്കളയിലൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ പോട്ടെ. ചേച്ചി ചേച്ചി അടുക്കളയിലോട്ട് പോവല്ലേ? നിങ്ങളൊക്കെ കൂടി എനിക്കൊരു മാർക്ക് ഇടണം. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാനേ ഈ മുടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ശരി, അധികം താമസിക്കരുത് കേട്ടോ. 2 മിനിറ്റ്. ചേച്ചി ഫോൺ അതവിടെ ഇരിക്കട്ടെ. ഞാൻ നോക്കാറുമില്ല, ഇനി ആരും വിളിക്കാനും ഇല്ല. ഇനിയാരും വിളിക്കാനില്ലെന്ന് യമുന ഒഴിവായി തന്നിട്ട് ആരും വിളിക്കുമെന്ന് കരുതുക വേണ്ട എന്റെ ചേച്ചി. നീ ഞങ്ങൾക്ക് തരുന്ന ശിക്ഷ അപമാനവും നാണക്കേടുമാണെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും. ഈ പ്രായം എത്തുമ്പോ ഞങ്ങൾക്ക് മനസ്സ് ഹൃദയം മാത്രമല്ലടാ നോക്കേണ്ടത്, അന്തസ്സും അഭിമാനവും കൂടിയാ. നിന്റെ 2 കോൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടല്ലോ. 2 കട്ട് ചെയ്ത് കളഞ്ഞിരിക്കാണല്ലോ. ഞാൻ അറിയാതാരാ എന്റെ മൊബൈൽ എടുത്ത് കട്ട് ചെയ്ത്. ഞങ്ങൾ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി.
ഓ അങ്ങനെയൊക്കെ അനുസരിപ്പിക്കാനേ ഞാൻ കെട്ടിയിട്ട് വളർത്തുന്ന നായൊന്നും അല്ല ചാ.